അതുണ്ടല്ലേ, അത് ഭയങ്കര എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയും? ഇപ്പോൾ സൺഷൈൻ കോസ്റ്റിലാണ് ഗൈസ്. ഇപ്പോൾ സമയം 9:45 രാത്രി. നമ്മളിവിടെ എന്തിനാ വന്നതെന്നറിയോ? ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ്. എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം നെഹയുടെ സ്വന്തം ആങ്ങള ഇവിടെ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് അവൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവനെ പിക്ക് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കണം. ഞങ്ങൾ ചൂമ്പേന്ന് ബ്രിസ്ബെയിൻ പോയി. ബ്രിസ്ബെയിനിൽ നിന്ന് അവൻ നമ്മുടെ ഇവിടെ ഇല്ല, അവൻ്റെ അങ്കിളുടെ ഇവിടെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്കിളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാനും മീഗ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് സൺഷൈൻ കോസ്റ്റ്. ജസ്റ്റ് ഞങ്ങൾ ചില്ലിങ്ങും നെഹനെ മുടിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. എന്നാലും നമുക്ക് വഴിയെ കാണാം, സൺഷൈൻ കോസ്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കാം. സ്നേഹ അങ്കിൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കണ്ടോ? സ്നേഹനിധിയായി നേഹ എന്താടി വാങ്ങിച്ചേ? ഡോണറ്റ്സും ചോക്കോറിങ്സും ചോക്ലേറ്റ്സും. യാ നേഹ അങ്ങളെ വന്നിട്ട് എന്തുട്ടാ പറയാനുള്ളേ? പറയണേ. നീ ഹാപ്പി അല്ലേ? നീ കണ്ടല്ലോ, നീ കണ്ടായിരുന്നു വീഡിയോ പറഞ്ഞു. ഒരു സെക്കൻഡേ കണ്ടോളൂ. നേഹ അല്ല, ഞാൻ ഒന്നും പറയാം. നേഹ നിന്റെ ആങ്ങളെ വന്നിട്ട് എനിക്ക് എന്താ പറയാനുള്ളേ? പറയാനായിട്ടൊന്നുമില്ല, പക്ഷേ ആങ്ങളെനെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. Are you excited? അപ്പൊ നമുക്ക് പോവല്ലേ? പോവാം. ഇവിടെ പെട്രോൾ വില കൂടുതലാണ് കേട്ടോ. നമ്മുടെ അവിടെ 179 പോയിന്റ് സംതിങ് ഉള്ളൂ, ഇവിടെ 219 ആണ്. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഫൈനലി റീച്ച് ആയിട്ടുണ്ട്. മീക പൊട്ടിട്ടോണ്ടിരിക്കുന്നു. കണ്ട നെഹം പൊട്ടിട്ടോണ്ടിരിക്കുക. നെഹനെ കാണില്ല. നെഹ ആ ലൈറ്റ് ഇട്. മീക പൊട്ടി പറഞ്ഞേ എനിക്ക് വിടണം. മീക ഫേസ് വാഷ് ഇടുക ഗൈസ്. മീക ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിരിച്ചേ. നേഹ അപ്പേക്ക് മുടി അഴിച്ചിട്ടു. ഞങ്ങളിന്ന് ഇവിടെ കിടക്കുന്നത് ഗൈസ്. ഞാനും ഡ്രസ്സ് മാറ്റി ഞങ്ങളിവിടെ വന്നു. ഫുഡ് കഴിച്ചു. ചിക്കൻ ബിരിയാണി കഴിച്ചേ. എന്നിട്ട് ജോഷുവ എന്നാട്ടോ നേഹയുടെ അനിയൻ്റെ പേര്. ജോഷുവ ഉറങ്ങാൻ പോയി. ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കുന്ന സമയം കിട്ടില്ല, അവൻ ഭയങ്കര ടയേർഡായിട്ടാണ് വന്നേക്കണേ. അപ്പം ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കുന്ന ക്ലിപ്പിൽ മാത്രം അവനെ കാണിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റി അങ്കിളിനെയും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ നമുക്ക് ഇവരെല്ലാവരും പരിചയപ്പെടാം. ആൻറ്റി അങ്കിളും വരുമോയെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ജോഷുവിനെ എന്തായാലും പരിചയപ്പെടാം. ഇപ്പം എന്തായാലും ഞങ്ങൾ ഉറങ്ങാൻ പോവാം. നാളെ ഒരു സ്ഥലത്ത് വന്നാലോ നമ്മൾ അതിൻ്റെ മര്യാദ കാണിക്കണ്ടേ, രാവിലെ എണീക്കണ്ടേ അല്ലേ നേഹ? നേഹയുടെ പേര് കളയരുതല്ലോ. അതുകൊണ്ട് ഇവരൊക്കെ വൃത്തിയായി എൻ്റെ മുഖമൊന്നും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നാളെ മോർണിംഗ് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ എണീറ്റു ഗൈസ്. മീക കിടക്കണോ? മീക എണീറ്റേ. 7:30 കഴിഞ്ഞു. നേഹതേ ഇന്ന് വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പുറത്തെ വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിട്ട് നോക്കിക്കൊണ്ടിരിക്കണ സ്ഥലങ്ങൾ അടുത്തടുത്തുള്ളത് നല്ല സ്ഥലങ്ങളുണ്ടോ? കുറേ ഉണ്ട്. സൺഷൈൻ കോസ്റ്റ് കുറേ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് കേട്ടോ നേഹ പറയണ. ഇതാണ് പുറത്ത് വ്യൂ. മഴ പെയ്തു എന്ന് തോന്നുന്നു രാവിലെ. വെള്ളം കിടക്കുന്നുണ്ട്. ചെറിയ തണുപ്പുള്ളൂ കേട്ടോ. നമ്മൾ ടൂമ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു തണുപ്പാണോ അല്ലേ? പെർഫെക്റ്റ് വെതറാണ് നമുക്ക്. ഇവിടെ എത്രയടി ഇപ്പം ഇന്ന്? ഡിഗ്രി 16 17? ഓവർ തണുപ്പുമല്ല ചൂടുമല്ല. കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു അല്ലേ? എനിക്ക് ആ ലൈറ്റ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ലൈറ്റ് ഇട്ട് ശരി മതി. എനിക്ക് പോണ്ടേ? ഇന്നത്തെ പ്ലാൻ പറ. മൂലലംബ നമ്മൾ ഇരിക്കുമ്പോ പോയ സ്ഥലത്ത് ജിംബൂമ്പ. പിന്നെ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ പോണം. പിന്നെ സൺഷൈൻ കാസിൽ കാണാൻ പോണം. ഇതൊക്കെ കണ്ട് തുമ്പയിലെത്തുവോ? 5 മണിക്ക് മുമ്പ് എത്തണം. 5 മണിക്ക് മുന്നേ എത്തണം. 5 മണി 6 മണിയാകുമ്പോൾ എത്തണം. മീക്ക് ട്യൂസ്ഡേ ഷിഫ്റ്റ് ഉള്ള. ഞാൻ പിന്നെ നേഹയ്ക്ക് വേണ്ടി അങ്ങ് ഷിഫ്റ്റൊക്കെ കളഞ്ഞു കഴിച്ചു. വെറും സ്നേഹം. മീഹനെ നമുക്ക് ബസ് കയറ്റിയിടാം, ഷട്ടിൽ ബസ് കയറ്റിയിടാം. എന്ത് പറയണു മീക? നീ പൊക്കോ. സൺ
ഈ പ്രാന്തി. ഞാൻ പിന്നെയും സുന്ദരിയാ. എന്റെ മുടി കേളിയായി കേളി. വീടില്ല. മീകയ്ക്ക് ഇഷ്ടപ്പെട്ടതായത് അങ്ങനെ പറയില്ലേ, എന്തെങ്കിലും ഒന്ന് പറ. നീ എന്നിട്ട് ആ മഞ്ഞ സാധനം എന്തെങ്കിലും പിടിച്ചോണ്ടിരിക്കണ എന്റെയൊക്കെ പേരറിയോ മീക്ക്? ഇത് മീക കറക്റ്റ് മൂക്ക് കണ്ട. ആ മൂക്കണിച്ച് നോക്കട്ടെ, മൂക്കണിച്ച് നോക്കട്ടെ. മീക്ക് മീക്ക് കാണിച്ച്. അയ്യോ ഇതെന്താ കാണിക്കണേ? അയ്യോ ഇത് നേരത്തെ ഉള്ള ചെളിയാ. പിന്നെ നിന്റെ ബാഗ് ഔട്ടിലല്ലേ ഞങ്ങളുടെ പരിപാടി. തമാശ പറഞ്ഞ രാവിലെ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങോട്ട് ഇരുന്ന്. ഫോട്ടോ കിട്ടുന്നു, നല്ല രസമുണ്ട്. ഇങ്ങോട്ട് തിരിയേ. കമന്റ് ചെയ്യുക. സ്നേഹനെ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ? ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവും ഇട്ടുണ്ണാൻ. എനിക്ക് ഭയ സിവില് പക്ഷെ കുറച്ചും കൂടി ഇവിടുത്തെ നല്ലതെന്ന് തോന്നുന്നു. Say hi. Hi, What's your name? Amelia. Amelia. Tell them to subscribe my channel. Subscribe her channel. Like, share and subscribe. Like, share, and subscribe. നമ്മുടെ കാർ കിടക്കുന്നു. ഇവിടുത്തെ വെതർ കൊള്ളാം ഗൈസ്. നമ്മൾ ചുമനേക്കാളും ഭേദമല്ലേ? നമ്മുടെ ചുമനേക്കാളും ഭേദമല്ലേ ഇവിടുത്തെ വെതർ? നല്ല പെർഫെക്റ്റ് വെതർ. ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ നോക്കണെങ്കിൽ സൺഷൈൻ കോസ്റ്റ് എനിക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടു. സോ ഫാർ ഗുഡ്. അതിൻ്റെ ഒരു കുറേ കാണാനുണ്ട് കമ്പയർഡ് ടു ഗോൾഡ് കോസ്റ്റ്. യെസ്, നോക്കാം. കുറേ സ്ഥലം കുറേ സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. മാക്സിമം 2 സ്ഥലത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നു. നമുക്ക് തിരിച്ച് എത്താനുള്ളതാ. ജോലി ഒന്നുമില്ലെങ്കിലും മീകയ്ക്ക് ജോലിയുണ്ട്. എനിക്കിനി ഈ തേഴ്സ്ഡേ ഗൈസ് ജോലിയുള്ളൂ. ഗൈസ് ഇതാണ് ജോഷുവ. നീ എന്തിലൊക്കെ പറയടാ. അങ്ങനെയല്ല, അവന് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. അതാണ്, ഇതാണ് നേഹയുടെ അനിയൻ. ഇങ്ങനെ നേഹ പറയട്ടെ നിന്റെ അനിയനെ കുറിച്ച്. അപ്പോൾ അവൻ ലൈക്ക് 12th കഴിഞ്ഞിട്ടാണ് വന്നേ. അവൻ പഠിക്കുന്നത് ബാച്ചുലർ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഹോണേഴ്സ്, യൂണിവേഴ്സിറ്റി സൺഷൈൻ കോസ്റ്റ്. ബാക്കിട്ട് നീ പറ. അയ്യോ സോറി, നീ പറഞ്ഞു. അപ്പൊ ഇന്നലെ അവൻ ലൈക്ക് വന്നേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ടൈം ഗ്രീനായിട്ട് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അവനെ ഭയങ്കര ചമ്മലാണ്. വേറെ ആരും ഒന്നും വിചാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ആർക്കും തോന്നരുത്. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. എടാ നീ മാറ്റി കൊടുക്ക ചമ്മലൊക്കെ. വ്ളോഗിനെ കുറിച്ച് 2 വാക്ക് പറയാം. നീ കാണാറുണ്ടോ? മാത്രം കാണാറുണ്ട്. അവനൊന്ന് നമ്മുടെ കൂടെ ഓക്കെ ആയിട്ട്, ഞങ്ങളും ഇത്രയും മിണ്ടുന്ന ആദ്യമായിട്ട് നമ്മുടെ കൂടെ ഓക്കെ ആയിട്ട് ബാക്കിയുള്ള ബ്ലോഗിൽ നമ്മൾ കുറച്ചുകൂടി ശരിയാക്കൂല്ലേ? അല്ലടാ സ്നേഹ നാട്ടിൽ നിന്നുണ്ടെന്നാണോ? എന്തൊക്കെയുണ്ട്? 2 പാക്കറ്റ് മിക്സർ, ചക്ക വറുത്തത്, പിന്നെ ഫിഷ് പിക്കിളും മാംഗോ പൊളിച്ചു ഗൈസ്. താങ്ക് യുടാ. പെട്ടി പൊട്ടിച്ചു. എൻ്റെ ഉടുപ്പുണ്ട്. ആൻറ്റി സ്വയമായിട്ട് അരച്ച് മാവല്ലേ? അടിപൊളിയപ്പോ കണ്ടറിയാം. പിന്നെ ചിക്കൻ കറി, അപ്പം. താങ്ക്സ്. Taking video. Yeah. Hey, you're on video. Yeah. ഗൈസ് ഞങ്ങൾ കുറേ പുട്ടിയൊക്കെ അടിച്ച് റെഡിയായി. ഇവിടെ ദേ അമേലിയുണ്ട്. ഞങ്ങൾ ഇനി ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോവാണ് അല്ലേ? എവിടെയാ പോണേന്ന് അറിയില്ല. ഇവിടെ കുറേ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബീച്ചിൽ എന്തായാലും പോകണം. ഏടെ? Amalfi Beach, Kings Beach, Shelley Beach. 3 ബീച്ചിന്റെ പേര് അവള് പറഞ്ഞു. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ബീച്ചിൽ പോവാം, പിന്നെ എവിടെയെങ്കിലൊക്കെ പോവാം അല്ലേ? ഇവള് വരുന്നില്ല.
നമുക്ക് വന്നിട്ട് മീറ്റ് ചെയ്യാം. ബൈ. അപ്പോൾ അല്ല ബൈ ഇല്ല, നമുക്ക് പോണ കാണാം. ബ്യൂട്ടിഫുൾ അല്ലേ ഗൈസ്? ഞങ്ങളിവിടെ കേമാട്ടിൽ വന്നിരിക്കുകയാണ്. ജോഷിക്ക് ഞങ്ങൾ ജാക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും മിക്ക ഇങ്ങനെ ചില്ല് ചെയ്തിറങ്ങുന്നു അല്ലേ. ഞാനും ഒരു ജാക്കറ്റ് എടുക്കാന്ന് കരുതി. എങ്ങനെയുണ്ടത്? നല്ലതാണോ? നല്ലതാണോ? നല്ല ഇച്ചിരി അല്ല ഇച്ചിരി ചെറുതാണോ ഒരു ഡൗട്ടുണ്ട്, പക്ഷെ മാനേജബിൾ ആണ് ആക്ച്വലി. കുഴപ്പമില്ല. $20 ഗൈസ്. നമ്മൾ ജോഷിക്ക് എനിക്കും ജാക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ബീച്ചുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. പ്ലാൻ ചെയ്യുകയാണ്. എവിടെ പോകണ്ടേ? ഏതാ? അവർ ലേഡിയോ റോസറി അല്ല, അവിടെ പോണേക്കും വേറെ എവിടെയെങ്കിലും നമുക്ക് എവിടെയിലൊക്കെ പോവാല്ലേ? നിങ്ങളെന്തെങ്കിലും പറയടി. ഡോൾഫിൻ ഉണ്ടാവോ? പോയി നോക്കിട്ട് പറഞ്ഞു. 2 വണ്ടിയുടെ നടുക്കള് എന്താ ഒന്നോടും പറഞ്ഞേ? മീകയ്ക്ക് ചാടണം തോന്നും. അടിപൊളിയില്ലേ? നമ്മള് എത്ര നാളായി ബീച്ച് കണ്ടിട്ട്? ഇല്ല, നമ്മള് ബീച്ച് കണ്ടിട്ട് കൊറേ നാളായി. എന്നാലും 1 വർഷമായില്ലേ? വാവ്. ഞാനും അടിപൊളി. ആ ഷൂരിടാ. എടാ നോക്കിയിടാ. കൊള്ളാല്ലേ? അയ്യോ, ഈ ബീച്ചിന്റെ പേരെന്തായിരുന്നു? ഷെല്ലി ബീച്ച്. അടിപൊളിയില്ലേ ഗൈസ്? ചെറിയ ചൂടും ചെറിയ തണുപ്പൊക്കെ ആയിട്ട്. ഗൈസ്, ചേട്ടന്മാര് ഫിഷിങ് ചെയ്യാണ്. ചേട്ടനോട് ചേട്ടൻ്റെ ക്ലിപ്സ് ഒക്കെ എടുത്തോട്ടെന്ന് വെച്ചപ്പോൾ പുള്ളി എടുത്തോളം പറഞ്ഞിട്ട്. അറിയത്തില്ല കിട്ടോ ഇല്ലയോ എന്ന്. നമ്മൾ കടലിൽ വന്നിട്ട് കടലമ്മ കള്ളിന്ന് എഴുതി കഴിഞ്ഞാൽ അത് എഴുതാൻ സമ്മതിക്കില്ല. അതിക്ക് മുമ്പ് തിരക്കിങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്ന പറയണം. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് ഇംഗ്ലീഷ് ബീച്ച് ആയതുകൊണ്ട് ചിലപ്പോ ഇംഗ്ലീഷിൽ എഴുതേണ്ടി വരുമായിരിക്കും. നിങ്ങൾക്ക് ആ വേവ് വരത്തില്ല. അതിന് മലയാളത്തിൽ എഴുതിട്ട് മനസ്സിലായി കാണില്ല. ഇത് പറ്റിപ്പാണ് ഗൈസ്. എന്തോട്ടാ കാണിക്കണ? മുടി മരിക്കണ. ഞാൻ ഫുൾ നനഞ്ഞു ഗൈസ്. മീക നനഞ്ഞു ഗൈസ്. ഞങ്ങളൊരു പ്ലാൻ ചെറുതായിട്ട് മാറ്റി. ഞങ്ങൾ ഹംഗ്രി ജാക്സിൽ പോയി ചെറിയൊരു വിശപ്പ് അടക്കിയതിന് ശേഷം ഇപ്പം പിന്നെയും കേമാട്ടിലോട്ട് തിരിച്ചു വന്നേക്കുക. വേറെ ഒന്നിനല്ല, ഞങ്ങൾക്ക് ബീച്ച് കണ്ടപ്പോൾ ബീച്ചിൽ ഇറങ്ങണം. അതിന് ഡ്രസ്സും ഇല്ല. ഇപ്പം പാൻ്റാണെങ്കിൽ ഉള്ളത് നനഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അങ്കിളുടെ അടുത്ത് പോയി ഫുഡ് കഴിച്ച് ജോഷുവിൻ്റെ ഡ്രസ്സും കൂടി എടുത്ത് തിരിച്ച് ബീച്ചിൽ പോയി അർമ്മതിക്കാൻ പോവാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. വെതറൊക്കെ ഓക്കെ ആണെങ്കിൽ. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ പിന്നെയും കേമാട്ടി വന്നു. എന്താടി നീ പോണ്ട ചേച്ചിയുടെ ഒപ്പം? എന്നാ പോയിട്ട് വാ. പോ ചെല്ലടി പോടി. ഇതും വരും. അപ്പൊ ഇവളുടെ യഥാർത്ഥ സ്വഭാവം വീഡിയോയിൽ ഇവള് കാണിക്കാത്ത മനസ്സിലായില്ലേ ഗൈസ്? ഇവിടെ കുറേ ഉടുപ്പുകളുണ്ട്, പക്ഷേ
എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു വൈബല്ല ഇവിടുത്തെ ഡ്രസ്സുകൾക്കൊക്കെ. ഇവിടെ കൂടുതലും ഒരു ലൈറ്റ് കളേഴ്സ് ആണ് ഇവിടെ മിക്കതും ഉള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ആണ് ഉള്ളത്. ഞാനൊരു ഉടുപ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെ പാൻറ്റും ടോപ്പും എടുക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ ഉടുപ്പ് ഇപ്പം നോക്കിയിട്ടാണെങ്കിൽ എനിക്കൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ഒരിത്. വേറൊരു സംഭവം കാണിച്ചാൽ നേഹം കൊന്നരി നേഹായി ഇവിടുന്ന് കളിക്കും. നേഹയും കൊണ്ട് നേഹയുടെ പേരിനെ കാണിച്ചു തരാം. നേഹയുടെ ഈ പാൻറ്റിൻ്റെ പേര് ഇത് ഇവിടെ കിടക്കണം. പക്ഷേ ഇതേ സെയിം തുണി കിടക്കണം. എനിക്ക് പറ്റിയൊരു ടോപ്പ് എടുക്കണം. മീഗ കിഡ് സെക്ഷനിൽ പോയി. മീഗയുടെ ഒക്കെ യോഗം ഇതേ കിഡ് സെക്ഷനിൽ പരുതുന്നു. ഗൈസ് നമ്മൾ പിന്നെ അങ്കിളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇതേ ഇവിടുത്തെ ഒരു ചേച്ചി, അയൽവക്കത്തെ ചേച്ചി പറഞ്ഞു ഇവിടെ ഫ്രീ ആണ് ലെമൺ എടുത്തത്. പക്ഷെ അതിലും എന്നെ അതിശയിപ്പിച്ച കാര്യം 2 പേര് ഇരിക്കുന്നുണ്ടോ ചോടാ. മറ്റവന് മനസ്സിലായില്ല. മറ്റവൻ പറയണു ചേച്ചി എടുത്തോ ചേച്ചി, ഞാൻ ഫേമസ് ആയിക്കോട്ടെ എന്നൊക്കെ. അതെ, നമ്മൾ ലെമൺ ഫ്രീ ആണേ. ഇതേപോലെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇതേ വന്നു അയ്യേ 2 പേരും പോയി. ചാനലിൽ താല്പര്യം അവരെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം, കുഴപ്പമില്ല. എടി ഇത് എത്രണ്ണം എടുത്തു? അച്ചാറിടാം. ലെമൺ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഞാനൊരു 3 എടുക്കാൻ പോവാം. ഇവിടെ ഇവർക്ക് കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ അല്ലേ, അവരെടുത്തോളാൻ പറഞ്ഞതാ. ഇതൊന്ന് അങ്ങോട്ട് വെക്കാം. പാവം ക്ഷീണിച്ചു ഞങ്ങളുടെ ഒപ്പം വന്ന്. കൊച്ചു കാര്യമായിട്ട് എന്തോ പറയണ്ടേ. നേഹ ആൻസർ കൊടുക്കറി. Why 3 people gonna if there's 2 more and then Mama's gonna sit there, so why there's 3 people there and 2 people here? അങ്ങനെയൊന്നുമില്ല, ഞാൻ അത്ര കാര്യമില്ലെന്ന്. ഞങ്ങൾ പിന്നെയും ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഹേ ഗായ്സ്, ഞങ്ങൾ പിന്നെയും ബീച്ചിലെത്തി. ജോഷുവിനെയൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അന്ന് കേമാട്ടിന്ന് വാങ്ങിച്ചല്ലോ, ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ പോയി. ഇപ്പം സമയം എത്രയടി? 6 മണി ആവാറായില്ലേ? 6 മണി ഇരുട്ടായി. ഇനി നമ്മളിവിടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും. കാരണം നമുക്ക് ഇവിടുന്ന് 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങളുടെ ഡ്രസ്സ് മാറാൻ പോവാ ഗൈസ്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഇവർക്ക് 2 പേർക്കും ഭയങ്കര പേടിയാണ് ഈ സമയത്ത് ഇറങ്ങാൻ. മാത്രമല്ല ഇവർ പറഞ്ഞപ്പോൾ എനിക്കും പേടിയൊന്നു. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ കടലിൽ ആരുമില്ല. പിന്നെ ഞങ്ങൾക്ക് അറിയില്ലാത്തൊരു സ്ഥലം. തിരിച്ച് ഞങ്ങൾക്ക് 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സോ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഈ യൂണിവേഴ്സ് തരുന്ന ഓരോ സൂചനയാണോന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിൽ പോവാം. ഞങ്ങൾ എന്തായാലും അടുത്ത ആഴ്ച പിന്നെയും വരുന്നുണ്ട് ജോഷേനെ ഒന്നോടെയും കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പൊ ഞങ്ങളൊരു പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വെറുതെ പോയി കാശ് കളഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ട്രിപ്പിൽ ഇത് യൂസ് ചെയ്യും. അടുത്താണ് നമുക്ക് അലീനയൊക്കെ കൊണ്ടുവരാം. അങ്ങനെ അലീനയൊക്കെ വരുവാണെങ്കിൽ അവൾ വരാനിരുന്ന, പക്ഷെ അവൾക്ക് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാട്ടോ അവൾ വരാതിരുന്നത്. എന്തായാലും ഞങ്ങൾ ഈ പ്ലാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. സാരില്ല, എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. സേഫ്റ്റി മുഖ്യം പിക്കില്ലേ. ഇതെന്താ വെച്ചാൽ നമുക്ക് ഷവർ ചെയ്യാനും ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് ബീച്ചിൻ്റെ സൈഡിൽ ഉള്ള പോലെ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ വെട്ടമുള്ളതുകൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ എടുത്തു. അപ്പോൾ എന്തായാലും ഈ പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. ഇതേക്ക് കടൽ കണ്ടോ, ഭയങ്കര ആരുമില്ല. അതാണ് എന്നെ പേടിയതേ. തിരമാല ഭയങ്കര എന്തൊരു പേടി പോലെ. അത് തന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട. വിൽ മീറ്റ് യു സൂൺ അല്ലേ. നമുക്ക് എന്തായാലും എന്നെ കൊണ്ടുവരണോട്ടെ നേഹലയും, നിന്നോട് ഞാൻ മിണ്ടില്ല. ഇനി എനിക്ക് സൺഷൈൻ കോസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇത് വൈൻഡപ്പ് ചെയ്യാം ഇവിടെ. വാ, നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് ഇനി പറ ഈ ഒരു ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിലും അല്ല, നമ്മൾ അത്യാവശ്യം ഇന്നലെ തുടങ്ങിയതായി ഈ വ്ളോഗ്. ഞങ്ങൾ ഇത്ര എൻജോയ് ചെയ്യുന്ന കരുതിയില്ല. പക്ഷെ എന്താന്നല്ല, ബീച്ചൊക്കെ കണ്ടോണമെന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബീച്ചൊക്കെ. പിന്നെ ജോഷയും അടിപൊളിയായിരുന്നു നമ്മുടെ കൂടെ കൂടി. പക്ഷെ വ്ളോഗിൽ അവൻ അത്യാവശ്യം വന്നിട്ടില്ല. പക്ഷെ അവൻ ഞങ്ങളുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയിട്ട് മിങ്കിൾ ചെയ്തു. ഫ്യൂച്ചർ വ്ളോഗ്സിൽ വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ
എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ബൈ. അതെ, ആ ടാഗ് ലൈൻ മാറ്റിക്കോട്ടാ. അതിന് നിങ്ങൾ പറയൂ ഗൈസ്, ഞാൻ ആ ടാഗ് ലൈൻ മാറ്റണോ? നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വിലപ്പെട്ടതാണ്.